നാലിടത്ത് ബി.ജെ.പി. സ്ഥാനാർത്ഥികളുടെയും 3 LDF സ്ഥാനാർത്ഥികളുടെയും 2 UDF സ്ഥാനാർത്ഥികളുടെയും പത്രികകൾ തള്ളി. 9 മുന്നണി സ്ഥാനാർത്ഥികളുടെ പത്രികകൾ വിവിധ കാരണങ്ങളാൽ തള്ളി. കൊല്ലത്തും ആലപ്പുഴയിലും തൃശൂരിൽ 2 ബി.ജെ.പി. സ്ഥാനാർത്ഥികളുടെയും പത്രികകളാണ് തള്ളിയത്. പാലക്കാട് നഗരസഭയിലെ LDFന്റെ 2 സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികയും തള്ളിയിട്ടുണ്ട്. കൊല്ലത്ത് കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്തിലെ NDA സ്ഥാനാർത്ഥിയായ ഇരുമ്പനങ്ങാട് ഡിവിഷൻ സ്ഥാനാർത്ഥി RT സുജിത്തിന്റെ പത്രികയാണ് തള്ളിയത്. സ്ഥാനാർത്ഥിയെ നിർദ്ദേശിച്ച് ഒപ്പിട്ടയാൾ ഡിവിഷന് പുറത്തുനിന്നുള്ള ആളായതാണ് കാരണം. തൃശൂരിൽ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളി. പട്ടികജാതി വനിതാ സംവരണമായ 18ാം വാർഡിലെ സ്ഥാനാർത്ഥി ES ഷൈബിയുടെ പത്രികയാണ് തള്ളിയത്. പത്രികയ്ക്കൊപ്പം ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കാതിരുന്നതാണ് കാരണം. തൃശൂർ എടക്കഴിയൂർ ഡിവിഷനിലെ ബി.ജെ.പിയുടെ പത്രിക തള്ളി. സവിതാ ചന്ദ്രന്റെ പത്രികയാണ് തള്ളിയത്. പോസ്റ്റ് ഓഫീസ് ജീവനക്കാരിയാണ് സവിതാ ചന്ദ്രൻ. ആലപ്പുഴ നഗരസഭയിലും ബി.ജെ.പി. സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളി. ആലപ്പുഴ വാടക്കൽ വാർഡിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി KK പൊന്നപ്പന്റെ പത്രികയാണ് തള്ളിയത്. മുമ്പ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന്റെ കണക്കുകളും രേഖകളും ഹാജരാക്കാതിരുന്നതിനാലാണ് പത്രിക തള്ളിയത്. ഇവിടെ ബി.ജെ.പിക്ക് ഡമ്മി സ്ഥാനാർത്ഥിയുമില്ല. ഇതോടെ ഈ സീറ്റിൽ മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ബി.ജെ.പിക്കുള്ളത്. പാലക്കാട് നഗരസഭയിലെ LDFന്റെ 2 സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികകളാണ് തള്ളിയിരിക്കുന്നത്. ഇത് LDFന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. നഗരസഭയിലെ 50ാം വാർഡായ കർണകി നഗർ വെസ്റ്റിലെയും 51ാം വാർഡായ വടക്കന്തറയിലെയും സ്ഥാനാർത്ഥികളുടെ പത്രികകളാണ് തള്ളിയത്. മുൻവർഷങ്ങളിലെ തെരഞ്ഞെടുപ്പ് കണക്ക് സമർപ്പിക്കാത്തതിനെ തുടർന്നാണ് നടപടി. തൃശൂർ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ മന്ദലാംകുന്ന് ഡിവിഷനിൽ CPM സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളി. സബിത സദാനന്ദന്റെ പത്രികയാണ് തള്ളിയത്. ഗുരുവായൂർ ദേവസ്വം ജീവനക്കാരി എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പത്രിക തള്ളിയത്. പാലക്കാട് നെല്ലിയാമ്പതി 1ാം വാർഡായ പുലയമ്പാറയിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയത്. സംവരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തതിനെ തുടർന്നാണ് പത്രിക തള്ളിയത്. കോട്ടയം പാമ്പാടി പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രികയും തള്ളി. 9ാം വാർഡിൽ മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്ന രമണി മത്തായിയുടെ പത്രികയാണ് തള്ളിയത്. മുമ്പ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കണക്ക് നൽകാത്തതിനെ തുടർന്നാണ് പത്രിക തള്ളിയത്.